പ്രിയ പ്രേക്ഷകർക്ക് ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ജൂലൈ മാസം കത്തിജ്വലിച്ചു നിൽക്കുന്ന നക്ഷത്ര ജാതകർ. ഈ നക്ഷത്ര ജാതകർക്ക് കോടീശ്വര യോഗം ഉണ്ട്. കോടീശ്വര യോഗത്താൽ സാമ്പത്തിക പുരോഗതി കൈവരിക്കുകയും ഒട്ടനവധി സൗഭാഗ്യങ്ങൾ ലഭിക്കുകയും ചെയ്യുന്ന സമയമാണ് ഓരോ നക്ഷത്ര ജാതകർക്കും. ജൂലൈ മാസ ഫലം എന്തൊക്കെയെന്ന് ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ ഈ വീഡിയോയിലൂടെ തന്നെ ഒന്ന് മനസ്സിലാക്കാം. വീഡിയോയിലേക്ക് കടക്കും മുമ്പ് എൻ്റെ പ്രിയ പ്രേക്ഷകരെ, നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായിട്ട് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതോടൊപ്പം തന്നെ എൻ്റെ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കാൻ വേണ്ടിയിട്ട് ബെൽ ഐക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണം. വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്താനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കാതെ ഇരിക്കുക. എൻ്റെ എല്ലാ പ്രേക്ഷകർക്കും ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ ഈ പുതിയ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം അറിയിക്കുന്നു. നമുക്ക് നോക്കാം അശ്വതി നക്ഷത്ര ജാതകരെക്കുറിച്ച്. തൊഴിൽ മാറ്റത്തിന് ചില സഹായങ്ങൾ ലഭിക്കാൻ സാധ്യതകൾ കാണുന്നുണ്ട്. സാമ്പത്തിക മേന്മയുണ്ടാക്കാൻ വഴി തെളിയും. ഗുണകരമായ കൂട്ടുകെട്ട് വന്നു ചേരും. മാതൃസ്വത്തിന് യോഗം. വിദ്യാഭ്യാസ വകുപ്പിൽ ഔദ്യോഗിക മേന്മ. ഇടപാടുകളിൽ അഴിച്ചുപണി നടത്താൻ സാധിക്കും. മാനസിക സമ്മർദ്ദങ്ങളിൽ നിന്നും കരകയറും. സ്വകാര്യ സ്ഥാപനത്തിൽ നിന്നും ആനുകൂല്യങ്ങൾ ലഭിക്കും. ഇൻ്റർവ്യൂവിൽ മികച്ച തൊഴിൽ ഭാഗ്യം. കലാരംഗത്തുള്ള വിഷമതകൾ മാറിക്കിട്ടും. സന്താനത്തിൻ്റെ മംഗല്യകാര്യത്തിൽ തീരുമാനമാകും. സൈനിക വകുപ്പിൽ ഉദ്യോഗ കയറ്റം. വാഹന വായ്പ എടുക്കാൻ അവസരങ്ങൾ ഉണ്ടാകും. ലോട്ടറി ഭാഗ്യത്തിലൂടെ വലിയൊരു സാമ്പത്തിക പുരോഗതി കൈവരിക്കുന്ന ദിവസങ്ങൾ കൂടിയാണ് അശ്വതി നക്ഷത്ര ജാതകർക്ക്. ഇവർ ദോഷപരിഹാരമായിട്ട് ഗണപതിക്ക് ഭാഗ്യസുക്താർച്ചന, സുബ്രഹ്മണ്യന് ഷഷ്ടിവ്രതം, ഭസ്മാർച്ചന എന്നിവ നടത്തി പ്രാർത്ഥിക്കണം. ഇനി ഭരണി നക്ഷത്ര ജാതകരെക്കുറിച്ച് നോക്കാം. ഇവർക്ക് സ്ഥാനക്കയറ്റത്തിലൂടെ മേലുദ്യോഗ പദവി ലഭിക്കാനുള്ളൊരു യോഗം കാണുന്നുണ്ട്. ദൂരദേശത്തു നിന്ന് സാമ്പത്തിക സഹായ സാധ്യതകൾ തെളിയുന്നുണ്ട്. മംഗളകാര്യത്തിന് അനുകൂല സമയമാണ്. പുത്തൻ ഗൃഹയോഗം. ബിസിനസ് രംഗം വിപുലമാക്കുന്നതിന് ലോൺ ശരിയാകും. കരാർ മേഖലയിൽ ഒത്തുതീർപ്പിൻ്റെ വഴി സ്വീകരിക്കും. സാങ്കേതിക രംഗത്ത് അഴിച്ചുപണി നടത്താൻ സാധിക്കും. അപ്രതീക്ഷിത അവാർഡുകൾക്ക് യോഗമുണ്ട്. സന്താനത്തിൻ്റെ കുടുംബ വിഷമതകൾക്ക് ശാശ്വത പരിഹാരം കാണും. സ്വകാര്യ സ്ഥാപനത്തിൽ നിന്നും കുടിശ്ശിക തുക ലഭിക്കും. കായിക വകുപ്പിൽ നിന്നും സാമ്പത്തിക സഹായം ലഭിക്കും. വാഹന വകുപ്പിൽ ഉദ്യോഗ കയറ്റം. മാറ്റിവെക്കപ്പെട്ട വസ്തു ഇടപാട് നടത്തുന്നതിന് സഹായം ലഭിക്കും. മോഡലിംഗ് രംഗത്ത് മാറ്റങ്ങൾ വരുത്തും. പൊതുരംഗത്ത് മലക്കം മറിയുന്ന സാഹചര്യങ്ങൾ കൂടി കാണുന്നുണ്ട്. ഭരണി നക്ഷത്ര ജാതകർ ദോഷപരിഹാരമായിട്ട് ശ്രീകൃഷ്ണന് തൃക്കൈവെണ്ണ, ഹാരം, ഭഗവതിക്ക് നെയ്വിളക്ക്, വസ്ത്രം, പായസം എന്നിവ സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. ഇനി കാർത്തിക നക്ഷത്ര ജാതകരെക്കുറിച്ച് നോക്കാം. കർമ്മരംഗത്ത് ഗുണകരമായ മാറ്റം. ശുഭകാര്യ യോഗം. മത്സരരംഗത്ത് നേട്ടം. ഭരണതലത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ അവസരങ്ങളുണ്ട്. മരാമത്ത് മേഖലയിൽ തിരിച്ചുവരവിൻ്റെ സാധ്യതകൾ കൂടി കാണുന്നു. കോടതി കാര്യങ്ങളിൽ അനുകൂലമായിട്ടുള്ളൊരു വിധി പ്രതീക്ഷിക്കാം. ഗൃഹപരമായിട്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കും. വിദേശത്തൊരു തൊഴിൽ ലഭിക്കുന്നതിലൂടെ സാമ്പത്തിക നേട്ടങ്ങൾക്ക് തുടക്കം കുറിക്കുകയും സാമ്പത്തികമായിട്ട് ഉയരങ്ങൾ കീഴടക്കുകയും ചെയ്യുന്ന ഒരു നക്ഷത്ര ജാതകർ കൂടിയാണ് കാർത്തിക നക്ഷത്ര ജാതകർ. അതോടൊപ്പം തന്നെ അയൽ സംസ്ഥാനങ്ങളിലും ഒരു തൊഴിൽ യോഗം കാണുന്നുണ്ട്. നീണ്ടുനിന്ന പ്രണയം സഫലമാകും. ജാമ്യം നിൽക്കുന്നതിന് രണ്ടുവട്ടം ആലോചിക്കേണ്ടി വരും. അറിഞ്ഞുകൊണ്ട് നഷ്ടക്കച്ചവടത്തിൽ ചെന്ന് ചാടരുത്. സന്താനത്തിന് മംഗല്യഭാഗ്യം. അന്യദേശത്ത് മികച്ച വിസയ്ക്ക് യോഗം. ഷെയർ രംഗത്ത് പിടിച്ചു നിൽക്കാൻ സാധിക്കും. കലാരംഗത്ത് മറ്റുള്ളവരുമായിട്ടുള്ള സൗന്ദര്യ പിണക്കം പറഞ്ഞു തീർക്കും. ഒരേ മേഖലയിലുള്ള വ്യക്തി ജീവിത പങ്കാളിയാകും. ഇഷ്ടക്കാരിൽ നിന്നും സന്തോഷ വാർത്ത കേൾക്കും. ദോഷപരിഹാരമായിട്ട് മഹാദേവന് ധാര, കുവളമാല, പ്രദോഷവ്രതം
ദുർഗയ്ക്ക് നെയ്വിളക്ക്, ഹാരം, പൊട്ടുതാലി എന്നിവ സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. ഇനി രോഹിണി നക്ഷത്ര ജാതകരെക്കുറിച്ച് നോക്കാം. കർമ്മ പുരോഗതിക്ക് അനുകൂല സമയമാണ്. സ്വദേശത്തും വിദേശത്തും ഭാഗ്യ അനുഭവങ്ങൾ വർദ്ധിക്കും. ജനസമ്മതി നേടും. വിവരസാങ്കേതിക മേഖലയിൽ മറ്റുള്ളവരുടെ ആത്മാർത്ഥമായ സഹകരണം ലഭിക്കും. ആധുനിക ചികിത്സാ രീതികളിൽ ഉപരിപഠനത്തിന് സ്കോളർഷിപ്പ് യോഗം കാണുന്നുണ്ട്. അധികാര കേന്ദ്രത്തിൽ സ്വാധീനം വർദ്ധിക്കും. ഇലക്ട്രോണിക് മേഖലയിൽ വ്യക്തിഗത മികവിന് അംഗീകാരം സിദ്ധിക്കും. മംഗളകാര്യ ചർച്ചയിൽ ശുഭപര്യവസാനം കാണുന്നുണ്ട്. സിനിമാ സാങ്കേതിക രംഗത്ത് മികച്ച അവസരങ്ങൾ വന്നു ചേരും. അഭിഭാഷക രംഗത്ത് നല്ല അവസരങ്ങൾ ലഭിക്കും. പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വിതരണ രംഗത്ത് നേട്ടങ്ങളുടെ കാലമാണ്. ഔദ്യോഗിക തല ചർച്ചകൾക്ക് നേതൃത്വം നൽകാൻ അവസരങ്ങളുണ്ട്. ഇനി ചില സ്ഥാപനങ്ങളുടെ മേലുദ്യോഗ പദവി വഹിക്കുന്നത് സാമ്പത്തിക പുരോഗതിക്ക് കാരണമാകും. രോഹിണി നക്ഷത്ര ജാതകർ ദോഷപരിഹാരമായിട്ട് മഹാവിഷ്ണുവിന് പാൽപായസം, ഹാരം, ശാസ്താവിന് നീരാജനം, ഭസ്മാർച്ചന എന്നിവ നടത്തി പ്രാർത്ഥിക്കുക. ഇനി മകയിരം നക്ഷത്ര ജാതകരെക്കുറിച്ച് നോക്കാം. തൊഴിൽ രംഗത്ത് ധനവരവ് വർദ്ധിക്കുന്നതിനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. ഏറ്റെടുക്കുന്ന സംഗതികൾ ഓരോന്നും വിജയകരമായിട്ട് പൂർത്തിയാക്കും. സന്താനത്തിന് മികച്ച ജോലിക്ക് യോഗം. ദൂരദേശത്തു നിന്നും ശുഭവാർത്ത. തൊഴിൽ സ്ഥലത്ത് തന്ത്രപരമായ സമീപനം സ്വീകരിക്കും. സർക്കാർ ആനുകൂല്യങ്ങൾ ലഭിക്കും. ബാധ്യതകൾ തീർക്കുന്നതിന് മാർഗങ്ങൾ വന്നു ചേരും. വ്യാപാര ബന്ധങ്ങൾ നേരെയാകുന്നതിന് ഉന്നതരുടെ സഹായം ലഭിക്കും. വ്യാപാര രംഗം ഇനി വിജയകുതിപ്പ് നടത്തുന്ന ദിവസങ്ങളാണ് മകയിരം നക്ഷത്ര ജാതകർക്ക്. ഉപരിപഠന വിജയം ഉദ്യോഗ കയറ്റത്തിന് സഹായകരമാകും. കണ്ണായ സ്ഥലത്ത് ബിസിനസ് കാര്യത്തിന് ആദായ വിലയ്ക്ക് സ്ഥലം സ്വന്തമാക്കും. പുതിയ സംരംഭത്തിൽ സർക്കാർ സഹായം ലഭിക്കും. സർവകലാശാലയിൽ സ്ഥാനക്കയറ്റം. വിലപിടിപ്പുള്ള വസ്തുക്കൾ സമ്മാനമായിട്ട് ലഭിക്കും. സാമൂഹിക ക്ഷേമ പ്രവർത്തന മേഖലയിൽ മറ്റുള്ളവർക്ക് പ്രചോദനം ഏകാനും സാധിക്കും. മകയിരം നക്ഷത്ര ജാതകർ ദോഷപരിഹാരമായിട്ട് മഹാവിഷ്ണുവിന് വെണ്ണ, ഹാരം, വസ്ത്രം, ഹനുമാന് വെറ്റിലമാല, അർച്ചന, നെയ്വിളക്ക് എന്നിവ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ഇനി തിരുവാതിര നക്ഷത്ര ജാതകരെക്കുറിച്ച് നോക്കാം. തൊഴിൽ സ്ഥലത്ത് നിന്നും ആനുകൂല്യങ്ങൾ ലഭിച്ചു തുടങ്ങും. ഇത് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അതിജീവിക്കാൻ സാഹചര്യം നൽകും. ദൂരദേശത്ത് നല്ലൊരു തൊഴിൽ ഭാഗ്യം ഇവരെ കാത്തിരിക്കുന്നുണ്ട്. കടബാധ്യതകൾ തീർക്കുന്നതിന് ചില സഹായങ്ങൾ ലഭിക്കും. കുടുംബ സ്വത്ത് തർക്കം പരിഹരിക്കും. മേന്മയുള്ള മംഗല്യഭാഗ്യം. അന്യദേശത്തു നിന്നും ബന്ധുക്കളിൽ നിന്ന് ചില സഹായം. വ്യാപാര പ്രതിസന്ധികൾ തരണം ചെയ്യാൻ അവസരം എന്നിവ കാണുന്നു. സഹകരണ സ്ഥാപനങ്ങളിൽ പ്രതിസന്ധികൾ മാറിക്കിട്ടും. അതോടൊപ്പം തന്നെ പല പ്രശ്നങ്ങളും പരിഹരിക്കും. ആഭരണ നിർമ്മാണ മേഖലയിൽ വൻ തിരിച്ചുവരവ് നടത്താൻ പോകുകയാണ് തിരുവാതിര നക്ഷത്ര ജാതകർ. നറുക്കെടുപ്പിൽ സമ്മാനങ്ങൾ ലഭിക്കാൻ സാധ്യതയുണ്ട്. പ്രണയബന്ധങ്ങൾ വളരെ ശക്തമാകും. അയൽ സംസ്ഥാനത്ത് പുതിയ തൊഴിൽ ലഭിക്കുന്നതോടുകൂടി നല്ലൊരു വരുമാന മാർഗം കണ്ടെത്തും. കലാരംഗത്ത് തിരിച്ചുവരവിൻ്റെ സാധ്യതകൾ കാണുന്നു. ഗൃഹ ഉപകരണങ്ങൾ സ്വന്തമാകും. തിരുവാതിര നക്ഷത്ര ജാതകർ ദോഷപരിഹാരങ്ങൾക്ക് ഗണപതിക്ക് കർഗമാല, നാളികേരം, മോദകം, അർദ്ധനാരീശ്വരന് സ്വയംവരാർച്ചന, നെയ്വിളക്ക്, അന്നദാനം, ദേവിക്ക് പൊങ്കാല അർച്ചന എന്നിവ സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി പുണർദം നക്ഷത്ര ജാതകരെക്കുറിച്ച് നോക്കാം. വിദേശത്താരെങ്കിലും തൊഴിൽ വാഗ്ദാനം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് സഫലമാകുന്ന ദിവസങ്ങളാണ് ജൂലൈ മാസത്തിൽ. പുതിയ സ്ഥാനലബ്ധിക്കുള്ള എതിർപ്പുകൾ കുറഞ്ഞു തുടങ്ങും. സാങ്കേതിക രംഗത്ത് ശക്തമായ തിരിച്ചുവരവിൻ്റെ കാലഘട്ടം കൂടിയാണ്. തൊഴിൽ സ്ഥലത്ത് മനസ്സിന് കുളിരേകുന്ന അടുപ്പം വർദ്ധിക്കും. ബാധ്യത തീർക്കുന്നതിന് സഹായം ലഭിക്കും. പുതിയ ഇടപാടിനുള്ള പ്രാരംഭ ചർച്ചകൾ നടത്തി വിജയിക്കും. സ്വകാര്യ ആശുപത്രിയിൽ തൊഴിൽ പ്രശ്നങ്ങൾ പരിഹരിക്കുകയും അതുപോലെ തന്നെ ഉദ്യോഗാർത്ഥികൾക്ക് പുതിയൊരു സ്ഥാപനത്തിൽ തൊഴിലിനും സാധ്യതകൾ കാണുന്നുണ്ട്. വൻകിട സ്ഥാപനങ്ങളിൽ അവസരങ്ങൾ ലഭിക്കുന്നത്
ജീവിതത്തിലെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അതിജീവിക്കുന്നതിന് സഹായകം ആകും. സിനിമാ രംഗത്ത് വഴിത്തിരിവിൻ്റെ കാലഘട്ടം കൂടിയാണ്. പുണർദം നക്ഷത്ര ജാതകർ ദോഷപരിഹാരങ്ങൾക്ക് ശ്രീകൃഷ്ണന് വെണ്ണ, ത്രിമധുരം, അർച്ചന, ഹാരം, ശാസ്താവിന് നീരാജനം, മുഖക്കാപ്പ്, നരസിംഹമൂർത്തിക്ക് നെയ്വിളക്ക് അർച്ചന എന്നിവ നടത്തി പ്രാർത്ഥിക്കുക.